നിശ്ചയമായും ഇത് ആർത്ത് തന്നെയാണല്ലോ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഇതൊരു മനോരോഗമാണ്. കാരണം എന്താ വെച്ചാൽ, എന്താണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് 60 ലക്ഷത്തോളം ആളുകൾക്ക് 62 ലക്ഷത്തോളം ആളുകൾക്ക് നമ്മൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നുള്ളതിലേക്ക് 1600 രൂപ വീതം നൽകുന്നു. എന്തുകൊണ്ടാണ് നമുക്കത് നൽകേണ്ടി വരുന്നത്? അവർ അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ മനുഷ്യർ എന്തുകൊണ്ട് ജീവിക്കുന്നു? അതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, അല്ലേ? ഒരു വ്യവസ്ഥിതിയുടെ പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു സർക്കാരിന് അതിദരിദ്രരായ മനുഷ്യരെ അല്പമെങ്കിലും സഹായിക്കാൻ, അവർക്കൊരു കൈത്താങ്ങ് നൽകാൻ ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് 1600 രൂപ പെൻഷൻ നൽകുന്നത്. അവർക്ക് റേഷൻ വാങ്ങിക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു തുകയാണ്. നമ്മളെന്തിനാണ് തൊഴിലില്ലായ്മ വേതനം നൽകുന്നത്? തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവർക്കൊരു സഹായം എന്നുള്ള നിലയ്ക്കാണ് തൊഴിലില്ലായ്മ വേതനം നൽകുന്നത്. ഇതൊക്കെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള സമൂഹങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏറ്റവും വൃത്തിയായി എത്തേണ്ട ആളുകളുടെ അടുക്കൽ തന്നെ എത്തുന്നു എന്ന് ഉറപ്പാക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2, അതിൽ കൈയിട്ട് വാരാതിരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റഴിമതി പോലെ അല്ലെന്നേ ഇതെന്ന് പറയുന്നത് നമ്മളുടെ മുമ്പിലുണ്ടല്ലോ, അന്നക്കുട്ടിയും മറിയക്കുട്ടിയും പിച്ചച്ചട്ടിയും എടുത്ത്, അതിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പിച്ചച്ചട്ടിയും എടുത്ത് ആളുകളുടെ മുമ്പിൽ പോയി ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞ് ആ ദൃശ്യങ്ങളൊന്നും മലയാളികൾ മറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രശ്നം, നമ്മളിപ്പം ഇന്നൊക്കെ പകൽ ഉടനീളം ചർച്ച ചെയ്തതാണ്. ഈ വിഷയം നേരത്തെ തന്നെ കണ്ടെത്തപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ സിയാൻഡേജ് തന്നെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, 9201 പേരാണ് അനധികൃതമായിട്ട് ഈ പെൻഷൻ അനർഹരായിട്ട് ഈ പെൻഷൻ വാങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് 40 കോടിയോളം രൂപയാണ് ആ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തിരിക്കുന്നത്. ഇത് ഈ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യവുമല്ല കേട്ടോ. ഇതിനു മുമ്പ് 2000 മുതൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് തന്നെയാണ് വിവിധ സിയാൻഡേജ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഗൗരവതരമായൊരു കാര്യം വെച്ചാൽ, അവരുടെ ഒരു കണ്ടെത്തൽ മോർ ദാൻ 1 SSPs ഗ്രാൻഡഡ് ടു സിംഗിൾ ബെനിഫിഷ്യറി, അതായത് ഒന്നിലേറെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരാൾക്ക് കിട്ടുന്നു. ഇതാണ് സിയാൻഡേജിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബെനിഫിഷ്യറീസ് അപ്രൂവ്ഡ് വിത്തൗട്ട് മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ്, ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ പോലും ഹാജരാക്കാതെ ആണ് പലരും ഇതിനകത്ത് ബെനിഫിഷ്യറി ആയിട്ടുള്ളത്. ഇനി ഭയങ്കര രസകരമായൊരു കാര്യം നോക്കിക്കോളൂ, ബെനിഫിഷ്യറീസ് ആഡഡ് ഈവൻ വിത്തൗട്ട് സബ്മിറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ. എന്തൊരു ഗുരുതരമായൊരു കാര്യമാണ്. അതായത് അപേക്ഷ പോലും സമർപ്പിക്കാതെ ഈ ആളുകളെ എൻറോൾ ചെയ്യിച്ചിരിക്കുകയാണ്. ഇതൊക്കെ സിയാൻഡേജിയുടെ കണ്ടെത്തലാണ്. അത് മാത്രവുമല്ല, വെരിഫിക്കേഷൻ പ്രോസസ് ആൻഡ് ഇറ്റ്സ് റിപ്പോർട്ട് ലാക്സ് ക്ലാരിറ്റി. അപ്പോൾ വളരെ കൃത്യമാണ്. അതായത് ആപ്ലിക്കേഷൻ പോലും സബ്മിറ്റ് ചെയ്യാതെ ആളുകൾ എൻറോൾ ചെയ്യപ്പെടുന്നു. 2, ആവശ്യമായ മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതെ എൻറോൾ ചെയ്യപ്പെടുന്നു. ഒരാൾക്ക് തന്നെ ഒന്നിലധികം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നു. ഒരു ക്ലാരിറ്റിയും ഇല്ലാത്ത ഒരു പ്രോസസ്സാണിത് എന്ന് 2023 കേരള നിയമസഭയിൽ ടേബിൾ ചെയ്തിട്ടുള്ള സിയാൻഡേജി റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരാളല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾ പോയിട്ട് മസ്റ്ററിങ് നിർബന്ധമാണല്ലോ, അവിടെ പോയി നിങ്ങൾ ഹാജരായി നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ? ഇവിടെ ആദ്യം എൻറോൾ ചെയ്യുന്ന ഈ തദ്ദേശ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന് ഇതിനകത്തൊരു വീഴ്ച വരുത്തുന്നില്ല. ഈ 1458 പേരിൽ ഈ കുറ്റം തീരില്ല. ആദ്യം സംഭവിക്കുന്ന കാര്യയോടെയാണ് ഈ വീഴ്ച സംഭവിക്കുന്നത്. അനർഹരായവരെ എൻറോൾ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളിടത്ത് ആദ്യത്തെ വീഴ്ച സംഭവിക്കുന്നു. 2, അതിൻ്റെ വേരിഫിക്കേഷൻ നടത്തുമ്പോൾ അവിടെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് വീണ്ടും വീഴ്ച വരുന്നു. ഈ അർത്ഥത്തിലൊക്കെ ഈ 1458 പേർക്കപ്പുറത്ത് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇക്കാര്യത്തിൽ കുറ്റവാളികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ 1458 പേരിൽ മാത്രമായിട്ട് ഈ നടപടി ഒതുങ്ങിക്കൂടാ. ഇതിനൊക്കെ സഹായം ചെയ്തു കൊടുത്ത ആളുകളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതും സർക്കാരിൻ്റെ ഒരു ബാധ്യതയാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ സേവന സോഫ്റ്റ്വെയർ ആണല്ലോ പെൻഷൻ സ്കീമിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. സ്പാർക്കാണ് ഈ സർക്കാരിൻ്റെ ശമ്പളം മുഴുവൻ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ താൽക്കാലിക ജീവനക്കാരും കരാർ ജീവനക്കാരും ഒന്നും വരില്ല കേട്ടോ. ഈ സ്പാർക്കിൽ റെഗുലർ എംപ്ലോയീസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ തട്ടിപ്പിൻ്റെ സാധ്യതയുള്ളൂ. ഈ തട്ടിപ്പുകൾ നടന്ന് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്കിത് കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കൃത്യമായി പോയി ഓരോ വർഷവും സർക്കാർ സർവീസിലിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മറ്റ് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോയി മസ്റ്ററിങ് നടത്തി ഈ പെൻഷൻ അടിച്ചു മാറ്റുന്ന മനോനില എന്ന് പറയുന്നത് വളരെ വളരെ ഗുരുതരമായൊരു മനോരോഗമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. സർക്കാരിൻ്റെ വീഴ്ച അവിടെ നിൽക്കട്ടെ. സർക്കാർ ഒരു സമയം മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന ആളുകളെ ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, സർക്കാർ അവർക്ക് സ്വയം പിൻവാങ്ങാനൊരു സമയം കൊടുത്തിരുന്നു. ആ സമയം പോലും കൊടുത്തിട്ട് പോലും അവിടെ എന്താ പറയുക, എന്നിട്ടും നേരെ പോയിട്ട് ഈ പെൻഷൻ പിടിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം ഗുരുതരമായൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ വാർത്തകളൊക്കെ താങ്കൾ പറഞ്ഞ കണക്ക് ഞെട്ടിക്കുന്നത് തന്നെയാണ്. BMW കാറുള്ള ആളുകൾ, 2000 ചതുരശ്ര അടി വിസ്തീർണം, തറ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, എയർ കണ്ടീഷനുകൾ ഉപയോഗിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, അവരൊക്കെയാണ് ഈ പൈസ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 5 പെൻഷനാണല്ലോ ഉള്ളത്, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി
പെൻഷൻ, അതേപോലെ വിധവാ പെൻഷൻ, 50 വയസ്സിന് മേലുള്ള അവിവാഹിത പെൻഷൻ, ഈ നിലയ്ക്ക് ഉള്ള അതുപോലെ ഭിന്നശേഷി പെൻഷൻ, ഇത്രയാണല്ലോ. ഇത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഭിന്നശേഷിക്കാരുടെ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം നോക്കൂ, 18ാമത്തെ വയസ്സിൽ മുതൽ പെൻഷൻ അർഹതയുണ്ടല്ലോ ഇവർക്ക്. ഈ 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു 3-4 വയസ്സ് അല്ലെങ്കിൽ 25ാമത്തെ വയസ്സിലായിരിക്കും ഇവർക്ക് ഒരു ജോലി കിട്ടുന്നുണ്ടാവുക. അതുവരെ ആ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ ജോലിയിലിരുന്നിട്ട് പിന്നെയും ഈ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അവരൊരു 10 വർഷം കഴിയുമ്പോൾ ഗസറ്റ് ഓഫീസേഴ്സൊക്കെ ആവും അല്ലേ, അങ്ങനെയൊക്കെ ഉയർന്ന് പോകുന്നുണ്ടാവും. പക്ഷേ അപ്പോഴും കൃത്യമായി പോയിട്ട് ഈ പൈസ വാങ്ങിക്കുക എന്ന് പറയുന്നത് ശരിയായൊരു രീതിയല്ല. ഇവിടെ ഒരേ സമയത്ത് 2 കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഒരു നോട്ടക്കുറവ് ഇക്കാര്യത്തിനകത്തുണ്ട്. പക്ഷേ സർക്കാർ അത്ര കൃത്യമായിട്ടാണ് ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. എത്രയിൽ നിന്നാണ് നമ്മൾ 1600 രൂപയിലെത്തി 200 രൂപയിൽ നിന്നാണ് 1600 എന്ന് പറയുന്നൊരു വലിയ സംഖ്യയിലേക്ക് ഈ പറയുന്ന പെൻഷൻ സ്കീമിനെ ഉയർത്തിക്കൊണ്ടുവന്നു. 62 ലക്ഷം പേർക്ക് ഏതാണ്ട് 1000 കോടി രൂപയാണ് പ്രതിമാസം പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ചിലവാക്കുന്നത്. ആ അർത്ഥത്തിൽ പക്ഷേ ഇതിനിടയിൽ ഈ തട്ടിപ്പുകളൊക്കെ നടക്കുമ്പോൾ അത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവിനെ ആ കാര്യത്തിൽ നമുക്ക് സംശയിക്കാൻ കഴിയില്ല. അതൊരു വലിയ ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് ആ ഇനിഷ്യേറ്റീവിൽ കയറി വെള്ളം ചേർക്കുകയും അതിനകത്ത് തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന ഒരു മനോനിലയിലേക്ക് ആരെങ്കിലുമൊക്കെ എത്തിപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് ചികിത്സയില്ലാത്തൊരു രോഗമാണ്. ഈ കാണിച്ചത് നെറുകേടാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. സർക്കാർ ഇതൊക്കെ അടിയന്തരമായി പരിഹരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ തുടർന്നും ഇത്തരത്തിലൊക്കെയുള്ള ആളുകൾ, ഇത്തരത്തിലൊക്കെയുള്ള ഈ ഫ്രിഞ്ച് എലമെൻസ് ഉണ്ടല്ലോ, അവരിത്തരം സ്കീമുകളിലേക്കൊക്കെ കടന്നുകൂടും. അപ്പോൾ അതുകൊണ്ട് വളരെ ലാക്കിംഗ് ക്ലാരിറ്റി എന്ന് പറയുന്ന അവസ്ഥ ഇനി ഉണ്ടാവരുത്. മാത്രവുമല്ല, ഈ വാങ്ങിയ പൈസ ആളുകൾ മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കുകയും ക്രിമിനൽ നടപടിയാണ് ആവശ്യമായിരിക്കുന്നത് ഈ കേസിൽ. പക്ഷേ ഈ പൈസ പലിശ അടക്കം തിരിച്ചു കൊടുത്ത് മാന്യമായി ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. തുടർന്നുള്ള ഈ പെൻഷൻ വിതരണ കാര്യത്തിൽ സർക്കാരും കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ആവശ്യമെന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.